നമസ്കാരം. ഉള്ളത് പറയാം. സ്ഥാനാർത്ഥി നിർണയം എന്ന തലവേദനയിൽ നിന്ന് മുന്നണികൾ പുറത്തു കടന്നു. ഇനി നേർക്കുനേർ മത്സരം. സീറ്റ് കിട്ടാത്തവർ വിമത ശബ്ദം ഉയർത്തുന്നു. കെ സുധാകരന്റെ കടും പിടുത്തത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്തു വന്നു. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPM-ന് അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ക്രെഡിറ്റും സ്വന്തമായി. സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ പേടിച്ച് വീട്ടിലിരുന്ന മന്ത്രിയെയും രാഷ്ട്രീയ കേരളം കണ്ടു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഓരോ തെരഞ്ഞെടുപ്പിനും മുൻപ് ഏറ്റവും കൂടുതൽ സംഘർഷവും ഏറ്റവും കൂടുതൽ തന്ത്രവും നടക്കുന്ന ഘട്ടം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് ഒരു ലളിത പ്രക്രിയയല്ല. അത് ഗണിതവും രാഷ്ട്രീയവും മനഃശാസ്ത്രവും ചേർന്ന ഒരു ബാലൻസ്ഡ് ഗെയിമാണ്. എങ്ങനെ നടക്കുന്നു ഈ നിർണയം? ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ, പ്രദേശത്തെ ജയസാധ്യത, പ്രവർത്തക പിന്തുണ, പ്രാദേശിക സ്വാധീനം ഇവയാണ് ആദ്യ ഫിൽറ്റർ. ഗ്രൂപ്പ് ബാലൻസ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഒഴിവാക്കാൻ കഴിയില്ല. ഓരോ വിഭാഗത്തിനും തുല്യ പ്രാതിനിധ്യം നൽകേണ്ടത് നിർബന്ധം. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയെങ്കിലും വ്യക്തികളുടെ താൽപര്യം പ്രകടമാണ്. ഡൽഹി ചർച്ചയിലും ഇത് പ്രതിഫലിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ മടങ്ങില്ലല്ലോ, എല്ലാം പരിഹരിച്ചല്ലോ, ഇല്ലെങ്കിൽ മടങ്ങാൻ പറ്റില്ലല്ലോ. ഇന്ന് വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് ഞങ്ങളുടെ യോഗം തീർന്ന് എല്ലാം പരിഹരിച്ചു. ഈ ലിസ്റ്റ് ഇന്ന് ഇറങ്ങും. 5 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടൊന്നുമില്ല. 5നും തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 55 മണ്ഡലങ്ങൾ ഇറങ്ങി. കോൺഗ്രസ് മത്സരിക്കുന്നത് 95 മണ്ഡലങ്ങളിലാണ്. ആ 95 മണ്ഡലങ്ങളിലും തീരുമാനം ഇന്നുണ്ടാവും. UDF-ൻ്റെ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം ഉണ്ടാവും. 140 സീറ്റും UDF-ൻ്റെ ഇന്ന് തീരുമാനമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, എൻ്റെ കൂടി നേതാവാണ്. ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. അതൊരു വാർത്തയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നു. ഞങ്ങളെല്ലാം നിരന്തരമായ സമ്പർക്കത്തിലാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. ഇനി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ കടന്നു. ശ്രീ രാഹുൽ ഗാന്ധി വന്ന് തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയുടെ സമാപനത്തോടുകൂടി കേരളത്തിലെ UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് ലോഞ്ചിങ് നടത്തി അദ്ദേഹം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. ജാതി മത പ്രാദേശിക സമവാക്യം. കേരളത്തിൽ ഓരോ മണ്ഡലത്തിനും പ്രത്യേക സോഷ്യൽ ഡൈനാമിക്സ്. അത് കണക്കിലെടുക്കാതെ തീരുമാനമെടുക്കാനും പറ്റില്ല. ജയിക്കാൻ കഴിയുന്ന മുഖം, വിന്നബിലിറ്റി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആര് ജയിക്കും? ഇവിടെ സീനിയോറിറ്റി പോലും പലപ്പോഴും പിന്നിലാകും. അവസാന നിർണയത്തിൽ സീനിയർ താരങ്ങൾ പലയിടത്തും പിന്തള്ളപ്പെട്ടു. തെരഞ്ഞെടുപ്പായതുകൊണ്ട് എല്ലാവരും അവർക്ക് എന്തെങ്കിലും മാത്രം അഭിപ്രായമുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അത് സുധാകരനാകട്ടെ, ഞാനാകട്ടെ, പ്രവീണാകട്ടെ, അദ്ദേഹത്തിൽ അഭിപ്രായം അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരാകട്ടെ, ഒരു പബ്ലിക്കായിട്ട് തൻ്റെ അഭിപ്രായം വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയില്ല. പറയേണ്ട രീതിയിൽ വെച്ച് പറയും. ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു നേതാവിനോട് എനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഇവിടെ വെച്ചെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നേതാവിനോട് ഞാൻ അറിയിച്ചില്ല. എനിക്ക് ആദ്യത്തിൽ ആഗ്രഹം ലഭിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് വരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാനൊരു സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. എന്നെ സ്ഥാനാർത്ഥിക്ക് അവരാണ്. അല്ലാതെ എനിക്ക് സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷാപാത്രവുമായിട്ട് പോകുന്ന സ്വഭാവക്കാരനല്ലെന്ന് പാർട്ടി എന്താണ് പറയുന്നത് ഞാൻ എന്നും വെല്ലുവിളിച്ച് സ്വീകരിച്ചുകൊണ്ട് പോയ ആളാണ്. MP-മാരുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. അതിനകത്ത് നമ്മൾക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ചില MP-മാർ നിന്നാൽ വിജയിക്കുന്ന സീറ്റുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവർ നിർത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പുതിയ പാർട്ടി രാവിലെ എന്നെ വിളിച്ചിരുന്നു, പേസ്വാരം വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പാർട്ടി വിടുമെന്നൊന്നും എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഹൈക്കമാൻഡ് ഇടപെടൽ. സംസ്ഥാന തലത്തിൽ തീരുമാനങ്ങൾ വന്നാലും അവസാനം ദേശീയ നേതൃത്വം ഗ്രീൻ സിഗ്നൽ നൽകണം. പ്രശ്നങ്ങൾ എവിടെയാണ് ഉണ്ടായത്? ടിക്കറ്റ് ഇല്ലാത്തവർ വിമതരാകാനുള്ള സാധ്യത, അവസാന നിമിഷ മാറ്റങ്ങൾ, പ്രവർത്തകരിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പം, നേതാക്കളും ഹൈക്കമാൻഡും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ഇവയെല്ലാം ചേർന്നാണ് പൊട്ടലും ചീറ്റലും ഉണ്ടായത്.
മത്സരിച്ചേ പറ്റൂ എന്ന സുധാകരന്റെ പിടിവാശി. ഒടുവിൽ സമ്മർദ്ദം, ഭീഷണി, സുധാകരന്റെ കീഴടങ്ങൽ. പക്ഷേ ഇപ്പോഴത്തെ സിഗ്നൽ കെ സുധാകരൻ പോലെയുള്ള നേതാക്കളുടെ ഇടപെടലിലൂടെ പാർട്ടി ഒന്നിച്ചുള്ള തീരുമാനം, ഒരേ സന്ദേശം എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുകയാണ്. പ്രചാരണത്തിന് ദിവസങ്ങൾ കുറഞ്ഞതാണ് പ്രശ്നമായത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ വേരുറപ്പിക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. ജനമനസ്സിന്റെ അകത്ത് സ്ഥായിയായ സ്ഥാനമുണ്ടാക്കി നാടിനെ ഉള്ള കയ്യിലെടുത്ത് ഈ നാടിനെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നമുക്കതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിന് ഞാനും നിങ്ങളും ഇത്തിരി വിയർപ്പൊഴുക്കണം. ആ വിയർപ്പൊഴുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾ കാണിച്ചാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തമായ വേരോട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന സത്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇതൊരു കേവലം ഒരു പ്രസംഗമല്ല, ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹമസൃണമായ അപേക്ഷയാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അടുത്ത മണിക്കൂറിൽ 5 CPM പ്രഖ്യാപിച്ചു. CPI മുഴുവൻ സീറ്റുകളിലും. തൊട്ടടുത്ത ദിവസങ്ങളിൽ LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി, ചില സീറ്റുകളിൽ ഒഴിച്ച്. ഇതിന് വിപരീതമായി കോൺഗ്രസും UDFും സീറ്റ് ചർച്ചകളും ഗ്രൂപ്പ് ബാലൻസും കാരണം വൈകി. ഇതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതം ഗ്രൗണ്ട് ടൈം കുറവാണ്. LDF സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. UDFിനിപ്പോൾ ക്യാച്ചപ്പ് ക്യാമ്പയിൻ നടത്തേണ്ട അവസ്ഥയാണ്. CPMന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDFിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളം. അത് PMCയിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു ഭാഗത്ത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ്. ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കി എന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. നരേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള ലീഡ് നഷ്ടം ആദ്യ ദിവസങ്ങളിൽ ആരാണ് വിഷയങ്ങൾ നിർണയിക്കുന്നത് എന്നുള്ള കാര്യം അവർക്കാണ് ആനുകൂല്യം. അത് LDF സ്വന്തമാക്കി. ഈ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പറയുന്നത് ഇനി നമുക്കൊരു മുന്നോട്ടം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് 3ാം ടേമിലേക്കാണ്. 3ാം ടേമിലേക്ക് നമ്മൾ പോകണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും MLA ആവാൻ, മന്ത്രിയാവാൻ, മുഖ്യമന്ത്രിയാവാനല്ല. അതിന്റെ ഉന്നം ഈ കേരളത്തെ ലോകോത്തരമായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളുണ്ട്, അർദ്ധവികസിത രാജ്യങ്ങളുണ്ട്. ആ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധാരണ ജനങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു പുതിയ കേരളം, നവകേരളം, അതാണ് 3ാം ടേമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെയാണ് കാണാൻ സാധിക്കുക. LDF അതേ നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരല്ല പ്രശ്നം.
നിലപാടുകളാണ്. അപ്പോൾ വർഗീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം സംഘടനകളെ വിമർശിക്കേണ്ടി വരുന്നത്. ആ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകുക? മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകണമെങ്കിൽ ഇവിടെ RSSനെതിരെ പറയാത്തവരായിരിക്കണം ഞങ്ങൾ. RSSനെതിരെ ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ലേ ഞങ്ങളുടെ പ്രസ്ഥാനം. LDF അതല്ലേ? വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ? മാത്രമല്ല, അവരുടെ ആക്രമണത്തിനിരയായി രക്തസാക്ഷി സംഭരിച്ച അനേക സഖാക്കളല്ലേ ഞങ്ങൾക്കുള്ളത്. പ്രവർത്തക മൊബിലൈസേഷൻ വൈകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുമ്പോൾ പ്രാദേശിക യൂണിറ്റുകൾക്കും പ്രവർത്തനം തുടങ്ങാൻ വൈകലുണ്ടാകും. ഇത് UDF നേരിട്ടു. വിമത പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുള്ള നിമിഷങ്ങൾ. അവസാന നിമിഷ പ്രഖ്യാപനങ്ങൾ കൂടുതൽ അസന്തോഷത്തിന് വഴി തുറന്നു. പക്ഷേ ഗെയിം ഇതോടെ തീരുന്നില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പറയുന്നത് അവസാന ദിവസങ്ങളിലെ ക്യാമ്പയിനാണ് പലപ്പോഴും മത്സരം മാറ്റുന്നത്. UDF ഇപ്പോൾ ശക്തമായ കേന്ദ്രീകൃത പ്രചാരണം നടത്തി നഷ്ടപ്പെട്ട സമയം കവർ ചെയ്ത് മത്സരം തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ്. ഭരണവിരുദ്ധ വികാരം അനുകൂലമാക്കുവാനുള്ള നീക്കം. പ്രചാരണത്തിൽ തുടക്ക ലീഡ് നേടിയ LDF, വൈകി ഇറങ്ങിയ UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല, ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. ലിസ്റ്റ് ഇറങ്ങുമ്പോൾ ആദ്യ റിയാക്ഷൻ എൻ്റെ പേര് ഉണ്ടോ, രണ്ടാമത്തെ റിയാക്ഷൻ അവൻ്റെ പേര് എങ്ങനെ വന്നു, ഒരു സീറ്റ് 3 ആഗ്രഹങ്ങൾ, ഒരു ടിക്കറ്റ് 5 അവകാശികൾ, അവസാനം കിട്ടുന്നത് ഒരാൾക്ക്. ബാക്കി എല്ലാവർക്കും താങ്കൾ പാർട്ടിയുടെ വിലപ്പെട്ട സമ്പത്ത് എന്ന സർട്ടിഫിക്കറ്റ്. പാർട്ടി പദവികൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാൽ സമാശ്വാസം. അതിത്തവണയും കണ്ടു. ഇടയ്ക്ക് ചിലർ ഞാൻ മത്സരിക്കില്ല, പാർട്ടി തീരുമാനമെടുക്കട്ടെ, അതിനർത്ഥം എനിക്ക് ടിക്കറ്റ് തന്നാൽ മാത്രം ഞാൻ പാർട്ടിയെ അനുസരിക്കും. അവസാനം ലിസ്റ്റ് പുറത്തു വരുമ്പോൾ സന്തോഷമുള്ളവർ ഇത് പാർട്ടിയുടെ മികച്ച തീരുമാനം, ടിക്കറ്റ് കിട്ടാത്തവർ ജനാധിപത്യം അപകടത്തിലാണ്. പക്ഷേ ക്ലൈമാക്സ് എന്താണ്? എല്ലാവരും ഒരേ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു, നമ്മൾ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. ലീഗിൽ ഇത്തവണ കണ്ടത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ന്യൂ ജനറേഷൻ സ്ഥാനാർത്ഥി നിർണയമാണ്. ലീഗിൽ കണ്ടത് ശരിക്കും ഒരു ജനറേഷൻ ഷിഫ്റ്റ് തന്നെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്ത സമീപനം പക്ഷേ ശക്തിയും പുതിയ മുഖങ്ങളും ചേർക്കുന്ന ഒരു ബാലൻസ്. മുൻകാലങ്ങളിൽ ലീഗ് എന്നാൽ പരിചയസമ്പന്നരായ സ്ഥിരം മുഖങ്ങൾ എന്നായിരുന്നു പൊതുവായ ചിത്രം. പക്ഷേ ഇത്തവണ പുതിയ തലമുറയ്ക്ക് കൂടുതൽ അവസരം. യുവ നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരൽ, ഭാവി ലീഡർഷിപ്പിനുള്ള ഗ്രൗണ്ട് വർക്ക്. ഇത് വെറും സ്ഥാനാർത്ഥി പട്ടികയല്ല, പാർട്ടി നാളെ എന്ത് എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി കൂടിയാണ്. പല പ്രാതിനിധ്യം വേണം, പിന്നെ അത് മണ്ഡലത്തിലുള്ള റിയാലിറ്റി എന്താണെന്ന് നോക്കണം. അതൊക്കെ നോക്കി വന്ന് നല്ലൊരു ലിസ്റ്റ് വന്നത്. അങ്ങയുടെ അനുഭവത്തിൽ ഇത്രയും സ്ക്രൂട്ടിനി നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇത് ശാസ്ത്രീയമായ പഠനമടക്കം എല്ലാം നടത്തിയിട്ടാണ് തവണത്തെ. ഇത്രയും സ്ക്രൂട്ടിനി ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശംസ കിട്ടിയത്. ഇതിന്റെ രാഷ്ട്രീയ സന്ദേശം ക്ലിയർ ആവുകയാണ്. ലീഗ് സ്റ്റാറ്റിക് പാർട്ടിയല്ല, സമയത്തിനൊപ്പം മാറാൻ തയ്യാറാണ്. അതേസമയം പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്യും. അതേസമയം ഒരു റിസ്ക്കും ഇക്കാര്യത്തിൽ ലീഗ് നേരിടുന്നു. പുതിയ മുഖങ്ങൾക്ക് വോട്ടർമാരുടെ അംഗീകാരം എത്രത്തോളം കിട്ടും? പക്ഷേ ആകത്തുക UDFന് ഇതൊരു പോസിറ്റീവ് സിഗ്നൽ എന്നുള്ളതാണ്. കാരണം ഫ്രഷ് എനർജി ക്യാമ്പയിനിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ന്യൂ ജനറേഷൻ പരീക്ഷണം ലീഗിന്റെ ഭാവിയെ ശക്തമാക്കുന്ന മാസ്റ്റർ സ്ട്രോക്ക് ആകുമോ? അല്ലെങ്കിൽ റിസ്ക് നിറഞ്ഞ രാഷ്ട്രീയ ചൂതാട്ടമാണോ? ഈ ചോദ്യത്തിന് ജനവിധി ഉത്തരം നൽകും. എതിർപ്പുമായി എത്തിയ രണ്ടത്താണിയുടെ പ്രതിഷേധം ഇരുട്ടി വെളുത്തപ്പോൾ തീർന്നു. രണ്ടത്താണിക്ക് മറ്റൊരു അത്താണിയാവാൻ തയ്യാറെടുത്ത CPM വെറുതെ ആശ വെച്ചു. രണ്ടത്താണിയിൽ പൊട്ടിത്തെറിയാകും എന്ന് കരുതിയവർക്ക് ഒടുവിൽ അത് ഇരുട്ടി വെളുത്തപ്പോൾ തീർന്ന പ്രതിഷേധമായി മാറി. ആദ്യഘട്ടത്തിൽ ശക്തമായ എതിർപ്പ്, വിമത ഭീഷണി, പ്രാദേശിക അസന്തോഷം.
എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ ശാന്തമായി. പാർട്ടിക്കകത്ത് തന്നെയുള്ളൊരു വിഷയം എന്നുള്ള രീതിയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. അതിനപ്പുറം മറ്റേതാളുകൾ എന്ത് പറയുന്നു എന്നത് എൻ്റെ മുമ്പിലുള്ള വിഷയമല്ല. അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ ഒരു നിലപാട്. ഞാൻ ആത്യന്തികമായി നിങ്ങൾക്കറിയാം, ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. ലീഗിന് അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകളോളം ലീഗിൻ്റെ പൊതുവേദികളിലും ലീഗിൻ്റെ ചർച്ചകളിലും ലീഗിൻ്റെ എല്ലാ വേദികളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. ഇന്നും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അതിനേക്കാളുപരി പാണക്കാട് കുടുംബത്തിൻ്റെ തീരുമാനങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ആ തീരുമാനം ഉണ്ടാകും, അത് എപ്പോഴും സത്യസന്ധമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ലീഗിനകത്തെ നിയന്ത്രണശേഷി, നേതൃത്വത്തിന്റെ വേഗത്തിലുള്ള ഇടപെടൽ, പ്രവർത്തകരുടെ ഫൈനൽ കോൾ പാർട്ടിയുടേതാണ്. ഈ സമീപനം രണ്ടത്താണിക്ക് മറ്റൊരത്താണി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന CPM ഒടുവിൽ വെറുതെ ആശ വെച്ചതായി. വിമത ശബ്ദം നീണ്ടു നിന്നാൽ മാത്രമേ അത് വോട്ടായി മാറൂ. മണിക്കൂറുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന പ്രതിഷേധം വാർത്തയാണ്, പക്ഷേ ഫലത്തെ സ്വാധീനിക്കില്ല. ലീഗിൽ സംഭവിച്ചത് അതാണ്. പ്രതിഷേധമുണ്ടായി, പക്ഷേ അത് പ്രതിഫലിക്കുന്ന രാഷ്ട്രീയ ശക്തിയായി മാറുന്നതിന് മുന്നേ അവസാനിച്ചു. ലീഗിന് തലവേദന മങ്കടയാണ്. മഞ്ഞളാംകുഴി അലിയെ വീണ്ടും ഇറക്കിയത് ലീഗ് പ്രാദേശിക നേതൃത്വത്തിന് സഹിക്കാൻ പറ്റിയില്ല. കുന്നത്ത് മുഹമ്മദ് ഉയർത്തിയ വിമത ശബ്ദം ലീഗിന് പ്രശ്നമാണ്. ആ മാറ്റം വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മങ്കടയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം പ്രവർത്തിച്ചു, ആ ചെയ്തതിന് ശേഷം എന്നെ കാരണമില്ലാതെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെ മാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ കാരണങ്ങൾ വേണം. പുറത്തു പോകാനുള്ള കാരണം വേണം, ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനൊക്കെ കാരണമാണ്. അതില്ലാതെ ഇന്നലെ മിഞ്ഞാന്നോ വന്ന് എല്ലാ ആനുകൂല്യം കൊടുത്ത് ഒരു മന്ത്രിസ്ഥാനം 2 വട്ടം MLA 3-4 വട്ടം കൊടുക്കുന്ന ഒരു ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്താക്കേണ്ട വ്യക്തിയാണോ ഞാൻ? അതൊരു നേതൃത്വം ചിന്തിക്കേണ്ട ഒരു സാഹചര്യമല്ലേ? അത് മാറി നിൽക്കുന്നതിനാണ് ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചത്. ഒരു പക്ഷേ ഞാൻ മാറിക്കാതെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇക്കൽ വേറൊന്നും വരാനല്ല. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയാനുള്ളത്, ഞാൻ ഈ കാര്യങ്ങൾക്ക് നോമിനേഷൻ കൊടുത്തു, പിന്തുണ തന്നു. ഒരു പക്ഷേ ജനങ്ങളിലേക്കാണ് വിട്ടിട്ടുള്ളത്. ജനങ്ങളെ സ്വീകരിച്ച് അതിനൊരു അംഗീകാരം തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാടിൽ കുറേ ഒരു മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട്. ആര് പറഞ്ഞാലും മേൽപ്പാലം അത് നിർബന്ധമായിട്ട് 1 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. K. അജിത്, CC മുകുന്ദൻ, S. രാജേന്ദ്രൻ ഇവർ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത് ഒരു സിമ്പിൾ സംഭവമല്ല. 2 വായനകൾക്കുള്ള വിഷയമാണ്. ഒന്ന്, BJPയുടെ വ്യാപനം. മറ്റ് മുന്നണികളിൽ നിന്ന് നേതാക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. ഗ്രൗണ്ട് ലെവലിൽ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്നു. ഞങ്ങളും മത്സരത്തിനുണ്ട് എന്ന സിഗ്നൽ കൂടുതൽ ശക്തമാക്കുന്നു. 2, അവസര രാഷ്ട്രീയം. ടിക്കറ്റ് കിട്ടാത്തവർ പുതിയ പാർട്ടി തേടുന്നത് ആശയപരമായ മാറ്റം വ്യക്തമല്ലാത്തതാണ്. എവിടെ അവസരം അവിടെ രാഷ്ട്രീയം. ഈ ഇമേജ് ശക്തമാകുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ മണ്ഡലത്തിലത്തെ എല്ലാ മേഖലയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആൾക്കാർ ഉൾക്കൊണ്ടിട്ട്, അതുകൊണ്ട് അത് വളരെ ഭംഗിയായി എൻ്റെ 5 വർഷത്തെ വികസനവും അതുപോലെ ഈ NDAയിൽ ചേർന്നതിൻ്റെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റവും വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പുരോഗതി നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷം വിജയിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള. ജനങ്ങളും അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJP വളരാൻ ശ്രമിക്കുന്നു, അത് സത്യമാണ്. അതേസമയം ഈ കൂടുമാറ്റങ്ങളിൽ പലതും വ്യക്തിപരമായ രാഷ്ട്രീയ തീരുമാനങ്ങളുമാണ്. അവസാനം തീരുമാനിക്കുന്നത് ആരാണ്? വോട്ടർമാർ. വ്യക്തിയുടെ സ്വാധീനം ജയിപ്പിക്കുമോ? പാർട്ടിയുടെ ഇമേജ് തടസ്സമാകുമോ? അല്ലെങ്കിൽ വോട്ട് പഴയ മുന്നണികളിലേക്ക് മടങ്ങുമോ? ഇത് BJPയുടെ സ്ട്രാറ്റജിക് ഗ്രോത്ത് ആണോ? അല്ലെങ്കിൽ സീറ്റ് കിട്ടിയിടത്തേക്ക് പോകുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പാണോ? ഞങ്ങൾ പാലക്കാടിലെ മുഴുവൻ വോട്ടർമാരുമായി ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി മുഴുവൻ വോട്ടർമാരും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകണം എന്നുള്ള അപേക്ഷയുമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വോട്ടർമാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി ആർക്കെങ്കിലും വളരണമെന്നെങ്കിൽ, ഗ്രോ ചെയ്യണമെങ്കിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധിന്റെ സൈക്കോ ഫെൻസ് ആവണം. അതൊരു ക്രൈറ്റീരിയ ആണ്. അതല്ലെങ്കിൽ ഒരു മിനിമം ആയിട്ട് മുസ്ലിം ലീഗ് ജമാഅത്തിന്റെ പിന്തുണ ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരാണെങ്കിലും അവർക്ക് അവിടെ വളരാൻ കഴിയില്ല.
ഇതാണ് സത്യം. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഈ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കും. വളരെ വളരെ ആത്മവിശ്വാസത്തോടെ. നിലവിൽ എങ്ങനെയൊരു മണ്ഡലത്തിന്റെ ഒരു പ്രചരണ പരിപാടികളൊക്കെ? മണ്ഡലത്തിലെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് എന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഞാൻ ചെയ്യുന്നത്. ഇന്നലെ കുടിവെള്ളം കിട്ടാതെ ആളുകൾ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി. അവിടെയും ഞാൻ ഉണ്ടായിരുന്നു. കാരണം ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സിറ്റിംഗ് സീറ്റായ താനൂരിൽ മത്സരിക്കാതെ മന്ത്രി വി അബ്ദുറഹ്മാൻ മാറി നിന്നത് സ്ഥാനാർത്ഥി മോഹവുമായി സംസ്ഥാനത്ത് നേതാക്കൾ നെട്ടോട്ടമോടുന്ന സമയത്താണ്. താനൂർ ഇത്തവണ സുരക്ഷിതമല്ലെന്ന് അബ്ദുറഹ്മാൻ CPM നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നാൽ പട്ടിക വന്നപ്പോൾ കായിക മന്ത്രിക്ക് കിട്ടിയത് താനൂർ. പ്രചാരണത്തിനിറങ്ങാതെ മന്ത്രി പ്രതിഷേധിച്ചത് എതിരാളികൾ ആയുധമാക്കി. തിരൂർ കിട്ടിയെങ്കിലും മന്ത്രിയുടെ പേടി എതിരാളികൾക്ക് കിട്ടിയ പിടിവള്ളിയാണ്. ലീഗിന്റെ മേധാവിത്വമുള്ള സീറ്റിൽ അട്ടിമറി വിജയം അബ്ദുറഹ്മാൻ പ്രതീക്ഷിക്കണോ? താനൂരിൽ നിന്ന് പിന്മാറിയത് തന്ത്രമോ അല്ലെങ്കിൽ പേടി തന്നെയോ?